നമസ്കാരം. ഇന്ന് ലോക മാതൃദിനം. അമ്മ എന്നത് ഒരു വാക്ക് മാത്രമല്ല, അത് അനിർവചനീയമായ ഒന്നാണ് എന്ന് ലോകം ഓർമ്മപ്പെടുത്തുന്ന ദിനം. ഒരു കൊച്ചുകുഞ്ഞിന് അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും കരുതലും സംരക്ഷണവും മറ്റൊരിടത്തു നിന്നും ലഭിക്കില്ല എന്ന തിരിച്ചറിവിൻ്റെ ദിനം. ഈ മാതൃദിനത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടത് നമ്മുടെ പെറ്റമ്മയെപ്പോലെയാണ് നമ്മുടെ മാതൃരാഷ്ട്രവും എന്നാണ്. നമ്മൾ ജനിച്ച വളർന്ന മണ്ണിൽ നമുക്ക് ലഭിക്കുന്ന സ്നേഹവും കരുതലും സംരക്ഷണവും മറ്റൊരിടത്തും ലഭിക്കില്ല. ആ മണ്ണിലേക്ക് തോക്കിൻ കുഴലുമായി ആക്രമണം നടത്താൻ എത്തുന്നവരെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി അതിർത്തി കടന്നെത്തിയ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിച്ചത് നമുക്ക് കാവൽ നിൽക്കുന്ന ധീര സൈനികർ ആണ്. അവരുടെ കാവലാണ് നമ്മുടെ കരുത്ത്. ആ കരുത്താണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞത്. തീവ്രവാദ ശക്തികളെ വേരോടെ പിഴുതെറിയാൻ നമ്മൾ നടത്തിയ പോരാട്ടങ്ങളിൽ വീരമൃത്യു വരിച്ചവർക്ക് ജന്മം നൽകിയ അമ്മമാർക്ക് അർപ്പിക്കാം ഈ മാതൃദിനത്തിൽ 1000 അഭിവാദനങ്ങൾ. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വെടിനിർത്തലിന് ശേഷം കശ്മീർ സാധാരണ നിലയിലേക്ക്. അതീവ ജാഗ്രത തുടർന്ന് സുരക്ഷാ സേനകൾ. സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം. അമൃത്സറിൽ റെഡ് അലർട്ട് തുടരുന്നു. വെടിനിർത്തൽ കരാർ അല്ല, ധാരണ മാത്രമെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. പ്രകോപനം ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകും. ഇരുഭാഗത്തും സൈനിക വിന്യാസം തുടരുന്നു. കരാറിൽ തീരുമാനം നാളത്തെ സൈനികതല ചർച്ചയിൽ. ഇന്ത്യ ബ്രഹ്മോസ് പ്രയോഗിച്ചെന്ന ആരോപണം ആവർത്തിച്ചു പാകിസ്ഥാൻ. അതിർത്തിയിലെ വെടിനിർത്തലിനെ ചൊല്ലി രാഷ്ട്രീയ ഏറ്റുമുട്ടൽ. കേന്ദ്രത്തെ വിമർശിച്ച കോൺഗ്രസ്. ശശി തരൂരിനും പി ചിദംബരത്തിനും ഭിന്നാഭിപ്രായം. We just wanted to teach the terrorists a lesson. പാർലമെന്റിന് പ്രത്യേക സെഷൻ വിളിക്കണമെന്നും കോൺഗ്രസ്. തകർത്ത പാക് സൈനിക കേന്ദ്രങ്ങളുടെ പട്ടിക എണ്ണിപ്പറഞ്ഞ് ബിജെപിയുടെ മറുപടി. കശ്മീരിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾ മടങ്ങിയെത്തി. വെടിയൊച്ചകൾക്കിടയിൽ കഴിഞ്ഞത് ഭയപ്പാടോടെ എന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ വിദ്യാർത്ഥികൾ. ജസ്റ്റ് നമ്മുടെ സുരക്ഷ സേഫ്റ്റി നോക്കി നമ്മൾ പോകുന്നേ ഉള്ളൂ. ലോക്കാവുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ഇവിടെ പ്രശ്നം ആയതുകൊണ്ട് പോകുന്നു. ഞങ്ങളുടെ എക്സാംസ് ഓൺലൈൻ ആക്കി, അപ്പോൾ അതുകൊണ്ട് പോകുന്നേ ഉള്ളൂ. രാജസ്ഥാനിൽ കുടുങ്ങിയ സിനിമാ പ്രവർത്തകരും തിരിച്ചെത്തി. കശ്മീർ വിഷയം പരിഹരിക്കാൻ ഇടപെടാമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പാക് വെടിനിർത്തലിൽ സുപ്രധാന പങ്കുവഹിച്ചുവെന്നും അവകാശവാദം. ആക്രമണം നിർത്താൻ തീരുമാനിച്ച രാഷ്ട്രത്തലവന്മാർക്ക് ട്രംപിന്റെ അഭിനന്ദനം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കവർച്ചയിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് പങ്കുണ്ട് എന്ന് സൂചന. അന്വേഷണം തുടരുന്നു. സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. 27-ാം തീയതി മഴക്കാലം തുടങ്ങാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഒറ്റപ്പെട്ട വേനൽ മഴ തുടരും. ഇന്നും നാളെയും ചൂട് കൂടുമെന്നും മുന്നറിയിപ്പ്. വെടിനിർത്തലിന് പിന്നാലെ അതിർത്തി മേഖലകൾ ശാന്തതയിലേക്ക്. അർദ്ധരാത്രിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ്. ഇന്നത്തെ പകൽ വെടിനിർത്തൽ കരാറിൽ നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കശ്മീരിലെ അടക്കം പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളിലെല്ലാം കനത്ത ജാഗ്രത തുടരുകയാണ്. അർദ്ധരാത്രിക്ക് ശേഷം വെടിവെപ്പോ ഡ്രോൺ ആക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. പക്ഷേ റെഡ് അലർട്ട് തുടരുന്നു. ഇന്നത്തെ പകൽ വളരെ നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം പാലിക്കാനായില്ലെങ്കിൽ നാളെ നടക്കുന്ന സൈനിക ചർച്ചകളെ അത് ബാധിക്കും. രാത്രി വൈകി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് വെടിവെപ്പ് നടന്നതൊഴിച്ചാൽ ജമ്മുവിൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ രാത്രി ഉണ്ടായില്ല. നഗ്രോത്ത കരസേന ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. പൂഞ്ച് മേഖലയിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് പോവുകയാണ്.
രാത്രി വെടിവെപ്പോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായില്ല. പഞ്ചാബിലെ പഠാൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു തുടങ്ങി. ഗുജറാത്തിലെ അതിർത്തിയിലും സ്ഥിതി ശാന്തമാണ്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ബാർമർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അതിർത്തി കടന്നെത്തിയ നിരവധി പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജമ്മുകാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പലയിടത്തും പാക് ഡ്രോണുകളെത്തി. വെടിനിർത്തൽ കരാറിന് ധാരണയായെങ്കിലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയില്ല. കർത്താർപൂർ ഇടനാഴി തൽക്കാലം തുറക്കില്ല. വെടിനിർത്തൽ കരാറിനു ശേഷം പാകിസ്ഥാൻ വീണ്ടും വ്യോമപാത തുറന്നു. സലാർ ഡാമിലെ കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു. ഇതോടെ ചെനാബ് ജലമൊഴുക്ക് വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വെടിനിർത്തൽ കരാർ അല്ല, ധാരണ മാത്രമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പാക് പ്രകോപനം എപ്പോൾ ഉണ്ടായാലും ഇന്ത്യ തിരിച്ചടിക്കും. നാളെ നടക്കുന്ന സൈനിക ചർച്ചകൾക്ക് ശേഷം മാത്രമേ കരാർ സാധ്യത വ്യക്തമാകൂ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എങ്കിലും ഇരുഭാഗത്തു നിന്നും സൈനിക പിന്മാറ്റം ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ എന്നത് എപ്പോൾ വേണമെങ്കിലും പൊളിയാവുന്ന ഒരു ധാരണ മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പാകിസ്ഥാൻ ധാരണ തെറ്റിച്ച മുൻ അനുഭവത്തിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രതയിലാണ്. പ്രകോപനം എപ്പോൾ ഉണ്ടായെങ്കിലും തിരിച്ചടിക്കും. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ സൈനിക വിന്യാസത്തിൽ കുറവ് വരുത്തിയിട്ടുമില്ല. നാളെ നടക്കുന്ന ഇരുവിഭാഗത്തിന്റെയും സൈനിക ചർച്ചയിലാണ് കരാർ സാധ്യത രൂപപ്പെടുന്നത്. പാകിസ്ഥാനോടുള്ള നയത്തിൽ തന്നെ ഇന്ത്യ നിലപാട് മാറ്റുകയാണ്. പ്രകോപനപരമായ ഏതു നീക്കവും സൈനിക നീക്കമായി കണക്കാക്കി ഇന്ത്യ തിരിച്ചടിക്കും. ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇന്ന് നടക്കുന്ന തന്ത്രപ്രധാന യോഗത്തിൽ കരാർ സാധ്യതകളും ഇന്ത്യയുടെ നിലപാടും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിലാണ് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ സമീപകാല ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. തീവ്രവാദികളുമായുള്ള ബന്ധം പാകിസ്ഥാൻ നിഷേധിച്ചതോടെയാണ് ഇന്ത്യ സൈനിക നീക്കം നടത്തിയത്. പെഹൽഗാം സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം പാകിസ്ഥാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. തീവ്രവാദികളുടെ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തേക്കും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇന്ത്യയുടെ സൈനിക നീക്കം മൂലമുണ്ടായ ആഭ്യന്തര പ്രതിസന്ധിയുമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിമർശിക്കുമ്പോൾ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ ശശി തരൂരും പി ചിദംബരവും. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റൌത്ത് പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. അതേസമയം വിമർശനങ്ങൾക്ക് തടയിടുകയാണ് ബി നേതാക്കൾ. പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിലും ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണുള്ളത്. വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതിരൂക്ഷമായാണ് വിമർശിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ ശശി തരൂരും പി ചിദംബരവും. സമാധാനമാണ് നമുക്കാവശ്യമെന്ന് വ്യക്തമാക്കിയ തരൂർ 1971 സാഹചര്യമല്ല 2025 എന്നും വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും പ്രതികരിച്ചു. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. As far as I'm concerned, I believe that the people of India deserve peace. We have suffered a lot. We have lost a lot of casualties. Ask the people of Poonch. പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ കേന്ദ്രമെടുത്ത നടപടി അഭിനന്ദനീയമെന്നായിരുന്നു പി ചിദംബരം പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിന് വനിതാ ഓഫീസർമാരെ നിയോഗിച്ചത് ഉചിതമായ നടപടിയെന്നും ചിദംബരം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റൌത്ത്. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്നാണ് ആവശ്യം. आप लीजिए ना ऑल पार्टी मीटिंग, अभी बुलाइए ऑल पार्टी मीटिंग और मोदी जी को वहाँ उपस्थित रहना चाहिए. प्रधानमंत्री भागते क्यों है? कौन सा देश इस संघर्ष के घड़ी में हमारे साथ खड़ा रहा विश्व का, मुझे बताइए. इतने विदेश में घूमते हैं मोदी जी. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച സന്ദർഭത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് മുതിർന്ന നേതാവ് കപിൽ സിബലും ആവശ്യപ്പെട്ടു. अब युद्ध विराम हुआ है तो निश्चित रूप से हम दोबारा यही सवाल करेंगे कि आप जल्द से जल्द स्पेशल सेशन ऑफ पार्लियामेंट बुलाइए, क्योंकि हम मॉनसून सेशन तक तो वेट कर नहीं सकते. പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. ബീഹാർ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഉദ്ഘാടനവും മറ്റുമായിരുന്നു
മോദിക്ക് കൂടുതൽ പ്രധാനമെന്നും കപിൽ സിബൽ വിമർശിച്ചു. വെടിനിർത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമാണെന്നും മൂന്നാം കക്ഷിയുടേതല്ല എന്നുമായിരുന്നു BRS നേതാവ് കെ കവിതയുടെ പ്രതികരണം. അതേസമയം വിമർശനങ്ങളെ ചെറുക്കുകയാണ് BJP കേന്ദ്രങ്ങൾ. ഇന്ത്യ തകർത്ത പാക് സൈനിക കേന്ദ്രങ്ങളുടെ പട്ടികയടക്കം നിരത്തിയാണ് BJP സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ മറുപടി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. കശ്മീർ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇന്ത്യയും പാകിസ്ഥാനുമായി സഹകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ട് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം പാകിസ്ഥാനുള്ള പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ചൈന. വെടിനിർത്തലിനെ ചരിത്രപരവും വീരോചിതവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അത് അമേരിക്കയുടെ സഹായത്തോടെയാണ് യാഥാർത്ഥ്യമായത് എന്ന് അവകാശപ്പെടുന്നു. അതിൽ അഭിമാനിക്കുന്നു എന്നും കുറിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് നയിക്കാമായിരുന്ന യുദ്ധം താൻ അവസാനിപ്പിച്ചു എന്നാണ് വാദം. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരു രാജ്യങ്ങളും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ദേശീയ അഭിസംബോധനയിൽ അമേരിക്കയെ പ്രത്യേകമായി പരാമർശിച്ചു. വെടിനിർത്തലിൽ വാഷിംഗ്ടണിന്റെ പങ്ക് നിർണായകമാണെന്ന് വിശേഷിപ്പിച്ച ഷഹബാസ് ഷെറീഫ് പ്രസിഡന്റ് ട്രംപിനെ നന്ദി അറിയിച്ചു. അതേസമയം പാകിസ്ഥാന്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒപ്പം നിൽക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 30-ലധികം രാജ്യങ്ങൾ ഇടപെടൽ നടത്തി എന്നാണ് പാക് അധികൃതർ വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ തീരുമാനത്തെ ഐക്യരാഷ്ട്രസഭയും ബംഗ്ലാദേശ്, ഖത്തർ, തുർക്കി, UK എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി വ്യോമസേന. അതിർത്തിയിൽ സൈനിക വിന്യാസം തുടരുന്നതിന് ഇടെയാണ് വ്യോമസേന ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതിനിടെ ഡൽഹിയിൽ സ്ഥിതി വിലയിരുത്താൻ ത്രിസേനാ മേധാവിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടു. TG സജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, അതിർത്തികളിൽ ഇപ്പോഴും അതീവ ജാഗ്രത തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണല്ലോ എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അവരുടെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്ന കാര്യം. സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ച ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് തെറ്റായ വാർത്തകളൊന്നും പ്രചരിക്കപ്പെടരുത്. രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് വ്യോമസേന എയർഫോഴ്സ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സിൻസ് ദ ഓപ്പറേഷൻ ആർ സ്റ്റിൽ ഓൺ ഗോയിങ് എന്നതാ കൂടി വാക്കുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതായത് ദൗത്യം പൂർണ്ണമായിട്ടില്ല, ദൗത്യം തുടരുന്നു, സിന്ദൂർ ദൗത്യം തുടരുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വാർത്താക്കുറിപ്പിലൂടെ ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ ഇത്തരമൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് കരുതാം. കാരണം കൂടുതൽ വിശദമായി പിന്നീട് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് കാരണമുണ്ട് അതിൽ. ഒന്ന്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലാണ് എന്ന തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാവാം ഈ ഒരു ഇത് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ബ്രഹ്മോസ് മിസൈൽ പോലെയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഈ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യ പ്രയോഗിച്ചോ എന്നോ സംബന്ധിച്ച തർക്കങ്ങളും നടക്കുന്നുണ്ട്, അത്തരം ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് വ്യോമസേന ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കും, അതുവരെ മറ്റ് ചർച്ചകളിലേക്ക് കടക്കരുത് എന്ന ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് എന്നതാണ് സാഹചര്യം. മറ്റൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവുന്നത് രാഹുൽ ഗാന്ധിയാണ്. പ്രതിപക്ഷം ഒന്നടങ്കം പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു. ഈ കത്തിൽ ആവശ്യപ്പെടുന്നത് പഹൽഗാം സംഭവത്തിലടക്കം ആ പ്രത്യേക ചർച്ച നടക്കേണ്ടതുണ്ട്. രണ്ട്, ഈ വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കാനിടയായ സാഹചര്യം എന്താണ്, ഇതിലും എന്താണെന്ന് വ്യക്തത ആവശ്യമാണ്. അതുകൊണ്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേർന്ന് ഇക്കാര്യത്തിൽ ചർച്ച നടക്കണമെന്ന് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും സർക്കാരിന്റെ കത്തിലൂടെ ആവശ്യപ്പെടുന്നു. മറ്റു പ്രതിപക്ഷ നേതാക്കളൊക്കെ സമാനമായ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ ചേരുകയാണ്. പ്രധാനമന്ത്രി സേനാ മേധാവിമാരെയും സംയുക്ത സേനാ മേധാവിയെയും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ളവർ ചേർന്ന് യോഗം ചേരുകയാണ്. നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് TG സജിത്ത് നൽകിയത്. വെടിനിർത്തൽ കരാറിന് പിന്നാലെ IPL ഉടനടി പുനരാരംഭിക്കാൻ ശ്രമം തുടങ്ങിയ സംഘാടകർ. ഇതിന്റെ ഭാഗമായി BCCI ഗവേണിംഗ് യോഗം ഇന്ന് ചേരും. സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്താൻ ദക്ഷിണേന്ത്യയിലെ 3 വേദികൾ പരിഗണനയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്.
വാർത്തയുടെ വിശദാംശങ്ങളുമായി എം ജി മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ, ഒരുപക്ഷെ IPL മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തന്നെ തീരുമാനമുണ്ടായേക്കും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ആഴ്ച വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ കൂടി ഈ IPL മത്സരങ്ങൾ പുനരാരംഭിക്കാൻ ഒരു നീക്കമാണ് BCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് 17 മത്സരങ്ങളാണ്. ക്വാളിഫയർ മത്സരങ്ങളുണ്ട്, ഫൈനൽ മത്സരങ്ങളുണ്ട്. ഇവ നടക്കേണ്ടിയിരുന്നത് വെസ്റ്റ് ബംഗാളിലെ ഈഡൻ ഗാർഡൻസിലായിരുന്നു. ആ വേദി മാറ്റി ദക്ഷിണേന്ത്യയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ BCCI ആലോചിക്കുന്നത്. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഉത്തരേന്ത്യയിൽ നടക്കേണ്ടിയിരിക്കുന്ന മത്സരങ്ങളൊക്കെ ദക്ഷിണേന്ത്യയിലെ ചില വേദികളിലായി നടത്താനാണ് ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ ഒന്ന് ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, ഒപ്പം തന്നെ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം, മറ്റൊന്ന് ഹൈദരാബാദിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം. ഈ 3 സ്റ്റേഡിയങ്ങളിലായി ഇനിയുള്ള മത്സരങ്ങൾ 17 മത്സരങ്ങൾ, അതിൽ ക്വാളിഫയർ മത്സരങ്ങൾ ഉണ്ടാകും, ഫൈനൽ മത്സരങ്ങൾ ഉണ്ടാകും. ഈ ഫൈനൽ മത്സരങ്ങൾ ഈ 3-ൽ ഏതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നിശ്ചയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ IPL സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ തിരികെ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഒപ്പം തന്നെ നിലവിൽ സ്ഥിതിഗതികൾ പരിഹരിച്ചു. ഒപ്പം തന്നെ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് അതാത് ക്രിക്കറ്റ് ബോർഡുകളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് അതിന് ചുമതലപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം താരങ്ങളെ തിരികെ വിളിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ മാസത്തിൽ തന്നെ, ഈ വരുന്ന ആഴ്ചയിൽ തന്നെ മത്സരം നടക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഔദ്യോഗിക തീരുമാനം ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിനെ സംബന്ധിച്ചുള്ള യോഗം ചേരുന്നത്. അതിനുശേഷം ഔദ്യോഗിക തീരുമാനം വൈകിട്ട് രാജീവ് ശുക്ല തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. വിശദാംശങ്ങളാണ് നൽകിയത് എം ജി മിഥുൻ. പാകിസ്ഥാനെതിരെ സൈനിക നീക്കത്തിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചോ? ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന പാക് വാദത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. ബ്രഹ്മോസ് പ്രയോഗിച്ചോ എന്നത് കണ്ടെത്താനാകില്ല എന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ്. ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്ന ഈ മിസൈൽ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായി വന്നു. അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ബഹവൽപൂരിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നു. തുടർച്ചയായി തൊടുത്തുവിട്ട 4 മിസൈലുകൾ മൗലാന മസൂർ അസദിന്റെ താവളം ചാമ്പലാക്കി. പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് ആരോപിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. സുഖോയ് വിമാനങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുണ്ട്. സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യ സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ സുഖോയ് വിമാനങ്ങളിൽ നിന്നും ചീറിപ്പാഞ്ഞത് ബ്രഹ്മോസ് തന്നെയാണോ? പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ആ സാധ്യത തള്ളിക്കളയുന്നില്ല. If we launch the BrahMos towards the enemy airbase, we can create a lot of damage, and this damage will disallow the adversary to use their systems. So that's what is the objective. ഇന്ത്യ ഇതുവരെ ബ്രഹ്മോസ് ഒരു സൈനിക ദൗത്യത്തിലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആദ്യ ഉപയോഗം സിന്ദൂർ ദൗത്യത്തിലായിരുന്നു. അസാധാരണ പ്രഹരശേഷിയുള്ള മിസൈലാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ഈ ക്രൂയിസ് മിസൈലിന് 300 കിലോമീറ്ററാണ് ശേഷി. നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ തകർക്കാനാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലക്നൌവിൽ ബ്രഹ്മോസ് കേന്ദ്രം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓൺലൈനിൽ ആയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. 1998 में श्रद्धेय अटल बिहारी वाजपेयी जी के नेतृत्व में हमारे वैज्ञानिकों ने पोखरण में परमाणु परीक्षण करके दुनिया को भारत की ताकत दिखाई थी, और वह परीक्षण हमारे साइंटिस्ट, इंजीनियर्स, डिफेंस पर्सनल और कई अन्य स्टेक होल्डर्स के अथक प्रयासों का ही परिणाम था. यह हमारे वैज्ञानिकों तथा इंजीनियर्स को मान्यता देने, उनको रिकॉग्नाइज करने और उनके कंट्रीब्यूशन को एक्नॉलेज करने का दिन है. मुझे अच्छी तरह याद है जब मैंने इसका शिलान्यास किया था, उस समय माननीय मुख्यमंत्री श्री योगी आदित्यनाथ जी भी थे. उस दौरान मैंने यह इच्छा जाहिर की थी कि जितनी जल्दी हो सके इस प्रोजेक्ट को पूरा कर लिया जाए, और मुझे यह देखकर बेहद खुशी हुई कि आप लोगों ने मेरी भावनाओं का सम्मान रखा और महज 40 महीने में इस प्रोजेक्ट को पूरा करके दिखाया. आज हमारे आसपास जैसी परिस्थितियां हैं उसे देखते हुए यह बेहद जरूरी हो जाता है कि हम अपने लक्ष्यों को ऐसे ही समयबद्ध तरीके से पूरा करते रहें. इस मौके पर मैं उत्तर प्रदेश के
माननीय मुख्यमंत्री श्री योगी आदित्यनाथ जी का विशेष आभार प्रकट करता हूं। यदि इतने कम समय में ब्रह्मोस की इंटीग्रेशन एंड टेस्टिंग फैसिलिटी की स्थापना हो सकी तो इसके पीछे योगी जी का बहुत बड़ा योगदान है। मैं डीआरडीओ, हमारे वैज्ञानिक, हमारे इंजीनियर्स और इस प्रोजेक्ट से जुड़े हर व्यक्ति और संस्था को मैं हृदय से बधाई देता हूं। आप लोगों ने दिन रात मेहनत करके इस इंटीग्रेशन एंड टेस्टिंग फैसिलिटी को खड़ा किया है। देश भर के वैज्ञानिक, इंजीनियर्स और युवाओं का योगदान हमें इस फैसिलिटी सेंटर में देखने को मिलेगा। मैं आपकी मेहनत और लगन को नमन करता हूं। साथियों, हमारी सरकार जब उत्तर प्रदेश में डिफेंस कॉरिडोर के विजन को लेकर आगे बढ़ी थी तो उस समय हमारे सामने अनेक बड़े लक्ष्य थे। उन तमाम लक्ष्यों में से हमारा एक उद्देश्य यह भी था कि हम उत्तर प्रदेश को एक बार फिर देश के प्रोडक्शन सेंटर के रूप में डेवलप करें। यूपी डिफेंस कॉरिडोर लखनऊ सहित कानपुर, झांसी, चित्रकूट, आगरा और अलीगढ़ से होकर गुजरता है और ये सभी नोड्स आने वाले समय में विकास के नए केंद्र बनकर उभरेंगे। साथियों, एक उदाहरण मैं आपके सामने रखूं तो आप में से बहुत लोगों को पता होगा, एक समय कानपुर और आसपास का क्षेत्र प्रोडक्ट्स की मैन्युफैक्चरिंग के लिए जाना जाता था। आर्थिक रूप से यह क्षेत्र बहुत ही समृद्ध था। इसे मैनचेस्टर ऑफ द ईस्ट कहा जाता था। लेकिन आजादी के बाद अनेक कारणों से आर्थिक प्रगति की राह में यह क्षेत्र पिछड़ता गया और कहीं पीछे छूट गया। मैं उन कारणों में तो नहीं जाना चाहूंगा, पर कहना यह चाहता हूं कि यूपी डिफेंस कॉरिडोर के निर्माण के बाद यह क्षेत्र फिर से एक बार अपने पुराने वैभव को प्राप्त करने की ओर आगे बढ़ चला है। मुझे इसमें कोई संदेह नहीं है कि कानपुर विकास की उन ऊंचाइयों को छुएगा जो दुनिया के विकसित क्षेत्रों के लिए अनुकरणीय होगा। कल को वेस्ट में कोई क्षेत्र जब बहुत अधिक प्रगति करेगा तो उसे कानपुर ऑफ द वेस्ट कहा जाएगा। इसी प्रकार डिफेंस इंडस्ट्रियल कॉरिडोर के सभी नोड्स को डेवलप करने के लिए हम पूरी तरह से कमिटेड हैं। मुझे यह भी बतलाया गया है कि अभी उत्तर प्रदेश डिफेंस कॉरिडोर में एयरक्राफ्ट मैन्युफैक्चरिंग, यूएवी, ड्रोन्स, एमिनिशन, कंपोजिट एंड क्रिटिकल मटेरियल्स, स्मॉल आर्म्स, टेक्सटाइल तथा पैरासूट आदि में मेजर इन्वेस्टमेंट किए गए हैं। एक अच्छी बात यह है कि इस डिफेंस कॉरिडोर में हमें पब्लिक सेक्टर और प्राइवेट सेक्टर दोनों की ही बड़ी अहम भागीदारी दिखाई दे रही है। साथियों, जब मैं प्राइवेट सेक्टर की भागीदारी की बात कर रहा हूं तो मुझे यह बताते हुए बड़ी खुशी हो रही है कि लखनऊ में ही पीटीसी इंडस्ट्रीज लिमिटेड द्वारा टाइटेनियम एंड सुपर एलॉय मटेरियल प्लांट्स की शुरुआत की जा रही है। इसके अलावा 7 एडिशनल क्रिटिकल प्रोजेक्ट्स की भी नींव इस समय रखी जा रही है। यह निश्चित रूप से रक्षा क्षेत्र में भारत की आत्मनिर्भरता की गति को और तेज करेगा। मैं इसके लिए श्री सचिन अग्रवाल को भी बधाई देना चाहता हूं। हमारा सपना है कि उत्तर प्रदेश दुनिया के टॉप डिफेंस प्रोडक्शन और एक्सपोर्ट डेस्टिनेशन के रूप में जाना जाए। आज जो ब्रह्मोस फैसिलिटी शुरू हो रही है, मैं समझता हूं वह यूपी डिफेंस कॉरिडोर का यह गौरव होगा। यह सिर्फ उत्तर प्रदेश का ही नहीं बल्कि देश का सबसे बड़ा ब्रह्मोस इंटीग्रेशन एंड टेस्टिंग फैसिलिटी सेंटर है। यह रक्षा क्षेत्र में भारत की आत्मनिर्भरता के प्रयास को भी मजबूती प्रदान करेगा। साथियों, जहां तक ब्रह्मोस का प्रश्न है तो आप सभी यह जानते हैं कि ब्रह्मोस दुनिया के सबसे तेज सुपरसोनिक क्रूज मिसाइल्स में से एक है। ब्रह्मोस सिर्फ एक हथियार नहीं है बल्कि यह अपने आप में एक मैसेज है। मैसेज हमारी आर्म्ड फोर्सेस के स्ट्रेंथ का है। मैसेज दुश्मन के प्रति हमारी डेटरेंस का है, प्रतिरोधक क्षमता का है। मैसेज हमारी बॉर्डर्स की सेफ गार्डिंग के हमारी प्रतिबद्धता का है। മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ വനിതാ വ്യോമസേന പൈലറ്റിന് പാകിസ്ഥാൻ പിടികൂടിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിലും പാക് അനുകൂല സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തയാണിത്. എന്നാൽ പാകിസ്ഥാന്റെ നുണപ്രചാരണം പൊളിച്ച് ഇന്ത്യ രംഗത്തെത്തി.
ഇതാണ് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ വ്യാപകമായി പ്രചരിപ്പിച്ച വീഡിയോ. ഇന്ത്യയുടെ വനിതാ വ്യോമസേന പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ ശിവാനി സിംഗ് തങ്ങളുടെ പിടിയിലായെന്ന അവകാശവാദവുമായാണ് പാകിസ്ഥാൻ നുണപ്രചാരണം നടത്തിയത്. സോഷ്യൽ മീഡിയയ്ക്ക് പുറമെ മാധ്യമങ്ങളിലടക്കം വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. പാക് അധിനിവേശ കശ്മീരിന് മുകളിലൂടെ പറന്ന വിമാനം വെടിവെച്ചിട്ടെന്നും അതിലുണ്ടായിരുന്ന വനിതാ പൈലറ്റിനെ പിടികൂടിയെന്നുമായിരുന്നു പ്രചാരണം. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദമുണ്ടായിരുന്നു. എന്നാൽ വാർത്ത നിഷേധിച്ച് ഇന്ത്യ രംഗത്തെത്തിയതോടെയാണ് പാകിസ്ഥാന്റെ നുണപ്രചാരണം പൊളിഞ്ഞത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റാണ് വാർത്ത തള്ളിയത്. പ്രചരിക്കുന്നത് പഴയ വീഡിയോകളാണെന്നും PIB വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ മുൻപും പാകിസ്ഥാൻ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യ കൈയോടെ പൊളിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി ദിൽന ചേരും. നമസ്കാരം.